ശരിക്കും പറഞ്ഞാൽ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതെ, കേക്കനാഥ് സാറിന്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് പ്രോജക്റ്റ് അപ്പൊ ഈ വ്യാപാരികൾ ഒത്തിരി പരാതി പറയുന്നുണ്ട്. വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാർക്കിംഗ്. അതായത് ഇതൊരു പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറും. ഇവിടെ കാറ് കൊണ്ടുവന്നിട്ടിട്ട് ഷോപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകാം. ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ എങ്ങനെ റിംഗ് റോഡിൽ നിന്ന് വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യാം. കുമ്പഴയിൽ നിന്ന് വരുന്നവർക്കും ഇവിടെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇത് തിരിച്ചു കൊടുക്കും. അത് ഈ PWDയോ KRFBയോ അവരുടെ രീതികളിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസ് കിട്ടുമല്ലോ. ഒരുപാട് പാർക്കിംഗ് സ്പേസ് കിട്ടും. എത്ര കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. ഇത്രയും സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പത്തനംതിട്ടയിലെ നമ്മുടെ വ്യാപാരികളെ സഹായിക്കുന്നതിനും പത്തനംതിട്ടയിലും ഈ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും അല്ലേ പേരൻസ് ആയിട്ട് വരുന്നത്. അവർക്കൊരു സേഫായിട്ട് വന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അവർക്ക് വന്ന് പാർക്ക് ചെയ്തിട്ടൊന്ന് നടന്നു പോകാനോ അല്ല പിന്നെ ഒരു ഓട്ടോ എടുത്ത് പോകാമല്ലോ. ദൂരെ നിന്നൊക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയാറുണ്ട്. ഇപ്പോഴാണ് അതിന്റെ കീഴിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. പാർക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യം. ഈ നഗരത്തിലേക്ക് അല്ലാതെ പോകാനായിട്ട് കഴിയും. അതായത് ഒരു എന്താണ് നമ്മുടെ ഈ ട്രാഫിക് ജാമിൽ ഒഴിവാക്കി പോകാൻ പറ്റും. സ്മൂത്ത് ഇതായിട്ടുണ്ടാകും. അവിടെ ആർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. പത്തനംതിട്ട കുമ്പഴേ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും പാർക്കിംഗ് സ്പേസ് അവിടെ വരികയാണ് അബാൻ ഫ്ലൈ ഓവറിൽ. പിന്നെ ഉള്ള കാര്യം നമുക്ക് ജിമ്മ്, ബുക്കുകളൊക്കെ ഉള്ള ഒരു കഫേ ഒക്കെ ഉള്ള. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ. ഇത് നമ്മൾ KRFB ഇത് പുറത്ത് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ അവർ തന്നെ കൊട്ടേഷനൊക്കെ വിളിച്ചിട്ട് കൊടുക്കും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഈ അടിയിൽ അഴുക്കും ചപ്പും ചവറും ഇടുന്ന സ്പേസ് അല്ല. പത്തനംതിട്ടയുടെ നമ്മൾ ഈ നഗരത്തിൻ്റെ റിംഗ് റോഡ് പോലെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇത് മാറും. ഇതാണ് വാസ്തവത്തിൽ. ഇപ്പം തന്നെ ഔഷധി അതിൽ ഒരു സ്ഥലത്ത് ജിമ്മ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നവർക്ക് പാട്ടൊക്കെ കേട്ടും കണ്ണാടിയൊക്കെ ഇട്ടിട്ടാണ്, പൊടിയൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്പേസിൽ അവർ 20 ലക്ഷം രൂപ ഔഷധി അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ CSR ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല നിലയിൽ അവർ സെറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും നമ്മോടൊപ്പം തന്നെ വീണ ജോർജ് മന്ത്രിയുണ്ട്, പത്തനംതിട്ടയുടെ MLA കൂടിയാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ച് വീണ ജോർജ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയുടെ ഒരു മുഖം മാറ്റിയ വികസനത്തിൻ്റെ നായിക എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പത്തനംതിട്ടയിൽ മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായി എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ ആരോഗ്യമേഖല മാത്രമല്ല, ജില്ലയുടെ പൊതുവായ വികസനം, ഒപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസനം, ഈ വികസനത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്നുള്ള കാര്യം വളരെ വളരെ ചുരുക്കി ഒന്ന് വ്യക്തമാക്കി തരണം. അപ്പോൾ നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്നു നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം അത് ഒരു സിന്തറ്റിക് ട്രാക്കൊക്കെ ഉൾപ്പെടെയുള്ള ഗാലറി ഉൾപ്പെടെയുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളോട് സ്റ്റേഡിയമാക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആഗ്രഹമായിരുന്നു. അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ ഫസ്റ്റ് ഫേസ് നമ്മൾ സാക്ഷാത്കരിച്ചു. രണ്ടാമത്തേത് ഇൻഡോർ സ്റ്റേഡിയം, അത് ഒരു 3-4 മാസമൊക്കെ എടുക്കും. അതുപോലെ ആശുപത്രികൾ, 10 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു നെഞ്ചുവേദനയായിട്ട് വന്നാൽ ഒരു രക്ഷയില്ല. അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് ഇല്ല, നോക്കാൻ സംവിധാനം ഇല്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഹൃദ്രോഗ വിഭാഗമുണ്ട്, 3 കാർഡിയോളജിസ്റ്റുകളുണ്ട്, പക്ഷാഘാത പരിചരണ വിഭാഗമുണ്ട്, ന്യൂറോളജി, സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ട്, യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്. അങ്ങനെ വിവിധ വിഭാഗം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിട്ട് പത്തനംതിട്ടയെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. അവിടെ നോക്കൂ, 53 കോടി രൂപയുടെ വികസനമാണ് ഇപ്പോൾ സാധ്യമാകുന്നത്. കാത്ത് ലാബിന് നമ്മൾ 10 കോടി രൂപയുടെ അനുവദിച്ചിട്ടാണ് കാത്ത് ലാബ് സാധ്യമാക്കിയത്. പിന്നെ അതുകൂടാതെ ഒട്ടനേകം മാമോഗ്രാം സ്ഥാപിച്ചു, സ്ട്രോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചു. അപ്പോൾ ജില്ലാ ആശുപത്രി കോഴഞ്ചേരി 30 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ നിർമ്മാണം സാധ്യമാക്കി. കോഴഞ്ചേരി പാലം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടു. അതായത് പാലം സംബന്ധിച്ച് ഭയങ്കര വിമർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കി പറയണം. കോഴഞ്ചേരി പാലം, അതായത് 2018 മഹാപ്രളയം ഉണ്ടാവും. 2018 ഇപ്പോൾ കിഫ്ബിയിലൂടെയാണ് ഇത് അനുവദിച്ചത്. അപ്പോൾ ഇതിൽ ചില ഒരു പറയുന്നുണ്ട് നേരത്തെ അനുവദിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് കിഫ്ബിയിലൂടെ അനുവദിച്ചതാണ്. അന്ന് ധനകാര്യ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആണ്. അദ്ദേഹം
ഞാൻ നമ്മൾ MLA എന്നുള്ള നിലയിൽ നമ്മുടെ മണ്ഡലത്തിലെ പ്രോജക്റ്റുകൾ എല്ലാ MLA മാരും കൊടുക്കുമല്ലോ, അതുപോലെ കൊടുത്തപ്പോൾ അതിൽ അദ്ദേഹം ടിക്ക് ചെയ്ത പ്രോജക്റ്റുകളുടെ കൂട്ടത്തിലുള്ളതാണ് കോഴഞ്ചേരി പാലം. അപ്പോൾ കോഴഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ പുതിയ കോഴഞ്ചേരി ആവശ്യമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് സാധ്യമാക്കുമ്പോഴാണ് മഹാപ്രളയം വന്നത്. അപ്പോൾ ജസ്റ്റ് ആ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടമാണ്, മുഴുവൻ ഒലിച്ചുപോയി. പിന്നീട് കുറേ നാൾ നമുക്കവിടെ വർക്ക് നടത്താനായിട്ട് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ 2019 വലിയ പ്രളയം ഉണ്ടായി. 3-4 കേസുകൾ കോഴഞ്ചേരി പാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു തൂണ് വെക്കാനുള്ള, ഒരു കരയിലേക്ക് തൂണ് വെക്കാൻ പറ്റുന്നില്ല, അവിടെ കേസാണ്. അതുകൂടാതെ GSTയുമായി ബന്ധപ്പെട്ട കേസ് വന്നു. ഇപ്പുറത്ത് വണ്ടിപ്പേട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ കോഴഞ്ചേരി പാലത്തിൻ്റെ നിർമ്മാണം അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ കോവിഡ്, ഇപ്പോൾ നമ്മൾ 2020, 2021, 2022 പിന്നെ ഒരു 1.5-2 വർഷത്തോളം സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു, നിർമ്മാണ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേസ്, പ്രളയം, കോവിഡ് ഇതിനെല്ലാം അതിജീവിച്ചു. അതിനുശേഷം കേസ് കഴിഞ്ഞു, കേസ് ജയിച്ചു, ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇടപെട്ടു. കോടതി നമുക്ക് സർക്കാരിന് അനുകൂലമായിട്ട് വിധി ഉണ്ടായി. അതിനുശേഷം 6 തവണ ടെൻഡർ ചെയ്തു. 6 തവണ ടെൻഡർ, ഒരു ടെൻഡർ എന്ന് പറഞ്ഞാൽ 30-35 ദിവസമാണ്. അപ്പോൾ അങ്ങനെ 6 തവണ ടെൻഡർ ചെയ്തിട്ടാണ് നമുക്കിത് സാധ്യമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പരിശ്രമത്തിൻ്റെ ഫലമാണ്. നമ്മളൊരു പ്രോജക്റ്റ് അനുവദിച്ചിട്ട് അത് നടക്കും എന്നുള്ള നിലയിലല്ല, അതിനൊരു തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കിപ്പം ആദ്യം നമ്മൾ പണിത പാലം ആഞ്ഞിലിമുട്ടി കടവ് പാലമാണ്. അതിന് ആർച്ചില്ല. ആർച്ച് വരുമ്പോൾ ഓരോ ആർച്ചിനും വീണ്ടും സമയമെടുക്കും. പിന്നെ അതിൻ്റെ സ്ട്രിങ്സൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. കാരണം അപ്പുറത്തെ കോഴഞ്ചേരി പാലത്തിൻ്റെ അതേപോലെ തന്നെ ഇതിനും ഇതേപോലെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ പണിതത്. അപ്പോൾ സ്ട്രിങ്സ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെടുക്കുന്നതിനുള്ള സമയമെടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ 2 കൈവരി വെച്ച് പോകുന്ന പാലത്തെക്കാളും സമയമെടുക്കും. അപ്പോൾ കോഴഞ്ചേരി പാലം നമുക്കിപ്പം യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. അതുകൂടാതെ എല്ലാ പഞ്ചായത്തുകളിലൂടെ ഇപ്പം BMNBC റോഡുകൾ 80 മേജർ റോഡുകളാണ് നമ്മൾ BMNBC റോഡ് ടാറിങ് ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ കുളനടയിൽ നിന്ന് തുടങ്ങി അങ്ങ് കടമേട്ട വഴി പോയി വാഴക്കുന്നത്ത് അവസാനിക്കുന്ന റോഡ് 41 കിലോമീറ്റർ റോഡാണ്. നമ്മുടെ മണ്ഡലത്തിന് ക്രോസ് ആയിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ എല്ലാ റോഡുകളും നമുക്ക് BMNBC ടാറിങ് ചെയ്യാൻ കഴിയും. റോഡ് എന്റെ നാട്ടിലാ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. റോഡ് പോയി നമ്മുടെ വരിയാവരം വരെ കയറുന്ന റോഡ്. അപ്പൊ അതിലേക്ക് ഒത്തിരി വാഹനങ്ങൾ പോകുന്നുണ്ട്. ടൗണിലെ തിരക്കുകൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റാത്ത കാര്യം അതൊക്കെ. നമ്മളൊരു ഔട്ടർ റിംഗ് റോഡ് എന്നുള്ള നിലയിലാണ് വന്നത്. ഇപ്പം അതിന്റെ കുറേ റോഡുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കോഴഞ്ചേരിയിൽ ഒരു റിംഗ് റോഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലം മാത്രം, ബാക്കി എല്ലാവരും സ്ഥലം വിട്ടു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്തിന് മാത്രം ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ അലൈൻമെൻറ്റ് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ആ റിംഗ് റോഡും സാധ്യമാകും. പത്തനംതിട്ടയിലെ റിംഗ് റോഡിന് ഇങ്ങനെ ഒരു മുഖച്ഛായ കൊടുക്കാൻ കാര്യം ആരും അത്ര കരുതിയില്ലല്ലോ. ഇങ്ങനെ ചെയ്യും നമ്മുടെ സ്റ്റേഡിയവും ഈ നവീകരണം, അതായത് ഈ പത്തനംതിട്ട ടൗൺ ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് പത്തനംതിട്ടയെ നമുക്കൊന്ന് മനോഹരമാക്കാൻ കഴിയുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഈ സ്റ്റേഡിയം നിർമ്മിക്കുമ്പം ധാരാളം ആളുകൾ അവിടെ നടക്കാൻ വരുമായിരുന്നല്ലോ. അപ്പോൾ ഈ നടക്കാൻ വരുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഇവരെവിടെ നടക്കും? കാരണം ഇതൊരു ആരോഗ്യ സംബന്ധമായ വിഷയം കൂടിയാണല്ലോ. രാവിലെ ഇത്രയും വ്യായാമം ചെയ്യുന്നവർക്ക് പിന്നെ ഒരു സ്പേസ് ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെയാണ് കാര്യം പറയാണ്. നമ്മൾ അന്ന് സ്റ്റേഡിയത്തിന്റെ ചർച്ച നടത്തി പറയുന്നുണ്ട്, ധാരാളം പേർ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്, നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല എന്നൊരു വിവാദം ഉണ്ടായിരുന്നു. നടക്കാനൊന്നും പറ്റില്ല എന്നൊരു വലിയ വിവാദം ആദ്യമേ വന്നിരുന്നു. ഇപ്പോൾ എത്ര പേര് നടക്കുന്നുണ്ട്? പകരം ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ഉണ്ട് പകരം സുന്ദരമായ ഒരു സംവിധാനമുണ്ട്. വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിട്ട്. അപ്പോൾ ഇതിലൊന്നും അങ്ങനെയുള്ള തർക്കങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ജില്ലാ സ്റ്റേഡിയം വരുമ്പോൾ വാസ്തവത്തിൽ പത്തനംതിട്ടയുടെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ളൊരു പൊതുസ്ഥിതി മാറും. കാരണം നമ്മൾ വളരെ എന്താണ്, ഒരു ചലനാത്മകത വർദ്ധിക്കും. ആളുകൾ കൂടുതൽ വരും, പരിശീലനത്തിന് കുട്ടികളെ കൊണ്ടുവരും. അപ്പം നമ്മളുടെയൊക്കെ കുട്ടികൾ പോയി പരിശീലിച്ചിരുന്നത് പാലായിലൊക്കെയാണ്. കാരണം സിന്തറ്റിക് ട്രാക്ക് അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കാൻ വരും. ഇവിടെ മാതാപിതാക്കൾ വീടോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ എടുത്ത് താമസിക്കുന്ന സ്ഥിതി ഉണ്ടാവും. പുതിയ ഹോട്ടലുകൾ വരും, റെസ്റ്റോറൻറ്റുകൾ വരും. ഇപ്പോൾ നമുക്ക് MLA ഫണ്ടിൽ നിന്ന് മറ്റ് VIP പവലിയനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രസ്സിനും ഇരിക്കാനൊരു സ്പേസ്,
പിന്നെ അല്ലാതെ ഗസ്റ്റുകളോ പ്ലെയേഴ്സൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് നടുക്ക് ഫുട്ബോൾ ടർഫാണ്. ഒരു കാലത്ത് നമുക്ക് നല്ല മികച്ച ഇവൻറ്റ്സൊക്കെ ഇവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ മറ്റനുബന്ധ സൗകര്യങ്ങളും വർദ്ധിക്കും. നല്ല ഹോട്ടലുകൾ വരും, ഹെലിപ്പാഡൊക്കെ ഉൾപ്പെടെ. ഇപ്പോൾ പ്രമാണത്തല്ലേ നമ്മൾ ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ളപ്പോൾ പ്രൈവറ്റായിട്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യാനുള്ള പോളിസി ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പത്തനംതിട്ടയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഇത്. അത് വ്യാപാരികളെ സഹായിക്കും. അതുപോലെ ഫസ്റ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ. മറ്റേത് നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ചെറുപ്പക്കാർക്ക് കളിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാഡ്മിൻ്റൺ കളിക്കാം, പിന്നെ അതുപോലുള്ള മറ്റ് അനുബന്ധമായിട്ടുള്ള ഗെയിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നീന്തൽക്കുളം, ഇനി നമുക്കൊരു ബേബി പൂൾ കൂടി വിഭാവനം ചെയ്തിരുന്നു നേരത്തെ. അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു വലിയ പത്തനംതിട്ട ഒന്നിക്കുന്ന ഒരിടമായിട്ട് മാറും. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലൊരു കാര്യം കൂടിയുണ്ട്, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വന്ന് അതിൽ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട്. കാരണം പത്തനംതിട്ട എന്നുള്ളൊരു വികാരം ഉള്ളവർ ചിന്തിക്കാത്തതിനപ്പുറം ഒരു മാറ്റമാണ് ഇപ്പൊ ഈ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അത് പത്തനംതിട്ടയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അബാൻ മേൽപ്പാലത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിയാണെങ്കിൽ അതിന്റെ മാഡത്തിന്റെ ഒരു വിഷൻ എന്താ? ഒരുപാട് വിമർശനം ഈ അബാൻ മേൽപ്പാലത്തെ പറ്റി വരുന്നുണ്ടായിരുന്നു. ആ വിഷൻ എന്തായിരുന്നു? അതിന്റെ ഫൈനൽ സ്റ്റേജ് പിന്നെ എന്താവും? അതായത് 2 പാലങ്ങളാണ് പത്തനംതിട്ട ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാഷണൽ ഹൈവേ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ അബാനിലെ ഫ്ലൈ ഓവർ, പിന്നെ ഒരെണ്ണം എവിടെയാണെന്നറിയാമോ? നമ്മൾ ഈ താഴൂർക്കടവ് റോഡ് ചെന്ന് ഇറങ്ങുന്നില്ലേ, അവിടെ ഒരു ഫ്ലൈ ഓവർ. പക്ഷെ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ പക്ഷേ അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റിൽ ഉള്ളതല്ല. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് നമ്മുടെ അബാൻ ജംഗ്ഷനിൽ അവിടെ ഒരു ബോട്ടിൽ നെക്കാണല്ലോ. അപ്പോൾ ട്രാഫിക് വോളിയം എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ പത്തനംതിട്ട ടൗണിൽ ഇപ്പോൾ കെ നായർ സാറ് റിംഗ് റോഡ് കൊണ്ടുവന്നപ്പോഴാണ് പത്തനംതിട്ടയ്ക്ക് വേറൊരു എക്സ്പാൻഡഡ് ഫേസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ പത്തനംതിട്ട, ഇപ്പോൾ നമ്മൾ പല നഗരങ്ങളിലും പോകുമ്പം പാലങ്ങളുണ്ട്, മേൽപ്പാലങ്ങൾ. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കുമ്പഴയിലേക്ക് പോകുന്നത്, അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്, ഇവരെല്ലാവരും വന്ന് ചേരുന്ന ഇടമാണ്. ജയിലപ്പുറത്തുള്ളതുകൊണ്ട് നമുക്ക് ഈ നിലയിൽ കുമ്പഴ ഭാഗത്തേക്ക് ആ നിലയിൽ മേൽപ്പാലം പറ്റില്ല, സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാവും മാറ്റി. അപ്പോൾ അതുകൊണ്ട് എക്സ്പേർട്ട് അതോറിറ്റീസ് പറഞ്ഞത് ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് ആവശ്യമായിട്ടുള്ളത്. അത് ട്രാഫിക് കൂടി കണക്കിലെടുത്തുകൊണ്ട്. അത് മാത്രമല്ല പത്തനംതിട്ട നഗരത്തെ വലിയ രീതിയിൽ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കെ നായർ സാറ് റിംഗ് റോഡിൻ്റെ എടുക്കുമ്പോൾ എന്തിനാണ് റിംഗ് റോഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ നമ്മൾ അബാൻ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ ഇതിലും കേസുണ്ട്. ഇപ്പോഴും ഹൈക്കോടതിയിലും 3 കേസ് നിലനിൽപ്പുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാം, നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു പാർക്കിംഗ് സ്പേസ് കുറവാണ്. ഫ്ലൈ ഓവർ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അടിയിലേക്ക് പാർക്കിംഗ് സ്പേസ്, പിന്നെ ഒരു കഫേ ഉണ്ടാവും 2 തൂണിൽ, ഒരിടത്തൊരു ജിം ഉണ്ടാവും, ഒരു ബുക്ക് ഷോപ്പ് പോലെ അവിടെ വായിക്കുകയോ. അപ്പോൾ ഒരു നഗരജീവിതത്തെ, പുതിയ കാലത്തിൻ്റെ നഗരജീവിതം പത്തനംതിട്ടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൺസെപ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും പാലത്തിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് അത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് വ്യാപാരികൾക്ക് സഹായകരമാകും. ഇപ്പോൾ നമുക്ക് എവിടെ പാർക്ക് ചെയ്തിട്ടാണ് വരിക? നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഇല്ല, നമുക്കൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇല്ല. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി നിർമ്മിച്ചപ്പം എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തതെന്ന് വെച്ചാൽ, പത്തനംതിട്ട ജനറൽ ആശുപത്രി 3.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഈ 3.5 ഏക്കർ സ്ഥലത്താണ് നമ്മളുടെ ഈ മുഴുവൻ കെട്ടിടങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം, നമുക്കൊരു പാർക്കിംഗ് വേണം. ഈ കെട്ടിടത്തിന് അനുമതി വേണമെങ്കിലും പാർക്കിംഗ് കാണിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയത് ചെയ്തപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. അതായത് നമ്മൾ കയറി ചെല്ലുന്ന പഴയ കാഷ്വാലിറ്റി ബ്ലോക്ക് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് നിർമ്മിച്ചപ്പോൾ അടിയിൽ ഇപ്പോൾ പാർക്കിംഗ് ആയി. എനിക്ക് തോന്നുന്നു 25 കാറ് അവിടെ പാർക്ക് ചെയ്യാൻ തക്കവണ്ണമുള്ള. മേൽപ്പാലത്ത് തീർന്നിട്ടില്ല, മേൽപ്പാലത്ത് പറഞ്ഞു. അപ്പോൾ ഈ വ്യാപാരികൾ ഒത്തിരി പരാതി പറയുന്നുണ്ട്. വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പാർക്കിംഗ്. അതായത് ഇതൊരു പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറും. ഇവിടെ കാറ് കൊണ്ടുവന്നിട്ടിട്ട് ഷോപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകാം, ഇവിടെ കൊണ്ടുവന്ന്. അപ്പോൾ എങ്ങനെ റിംഗ് റോഡിൽ നിന്ന് വന്നാൽ ഇവിടെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യാം. കുമ്പഴയിൽ നിന്ന് വരുന്നവർക്കും ഇവിടെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇത് തിരിച്ചു കൊടുക്കും. അത് ഈ PWDയോ KRFBയോ അവരുടെ രീതികളിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസ് കിട്ടുമല്ലോ. ഒരുപാട് പാർക്കിംഗ് സ്പേസ് കിട്ടും. എത്ര കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടും. ഇത്രയും സ്പേസ് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പത്തനംതിട്ടയിലെ നമ്മുടെ വ്യാപാരികളെ സഹായിക്കുന്നതിനും
പത്തനംതിട്ടയിൽ ഈ പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും അല്ലേ പേരൻസ് ആയിട്ട് വരുന്നത്. അവർക്കൊരു സേഫായിട്ട് വന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അവർക്ക് വന്ന് പാർക്ക് ചെയ്തിട്ടൊന്ന് നടന്നു പോകാനോ അല്ലെ പിന്നെ ഒരു ഓട്ടോ എടുത്ത് പോകാമല്ലോ. ദൂരെ നിന്നൊക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയാറുണ്ട്. ഇപ്പോഴാണ് അതിന്റെ കീഴിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്നത്. പാർക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഒന്ന് നമ്മുടെ അടിസ്ഥാന സൗകര്യം. ഈ നഗരത്തിലേക്ക് അല്ലാതെ പോകാനായിട്ട് കഴിയും. അതായത് ഒരു നമ്മുടെ ഈ ട്രാഫിക് ജാമിൽ ഒഴിവാക്കി പോകാൻ പറ്റും. സ്മൂത്ത് ഇതായിട്ടുണ്ടാകും. അവിടെ ആർക്കും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. പത്തനംതിട്ട പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും പാർക്കിംഗ് സ്പേസ് അവിടെ വരികയാണ് അബാൻ ഫ്ലൈ ഓവറിൽ. പിന്നെ ഉള്ള കാര്യം, നമുക്ക് ജിമ്മ്, ബുക്കുകളൊക്കെ ഉള്ള ഒരു കഫേ ഒക്കെ ഉള്ള, പിന്നെ വളരെ ബ്യൂട്ടിഫുൾ. ഇത് നമ്മൾ KRFB ഇത് പുറത്ത് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ അവർ തന്നെ കൊട്ടേഷനൊക്കെ വിളിച്ചിട്ട് കൊടുക്കും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ഈ അടിയിൽ അഴുക്കും ചപ്പും ചവറും ഇടുന്ന സ്പേസ് അല്ല. പത്തനംതിട്ടയുടെ നമ്മൾ ഈ നഗരത്തിൻ്റെ റിംഗ് റോഡ് പോലെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇത് മാറും. ഇതാണ് വാസ്തവത്തിൽ. ഇപ്പോൾ തന്നെ ഔഷധി അതിൽ ഒരു സ്ഥലത്ത് ജിമ്മ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നവർക്ക് പാട്ടൊക്കെ കേട്ടും കണ്ണാടിയൊക്കെ ഇട്ടിട്ടാണ്, പൊടിയൊന്നും ഉണ്ടാവില്ല. ആ ഒരു സ്പേസിൽ അവർ 20 ലക്ഷം രൂപ ഔഷധി അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ CSR ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല നിലയിൽ അവർ സെറ്റ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. അതെ, കേക്കനാഥ് സാറിന്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് പ്രോജക്റ്റുകൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടത്. അല്ലെങ്കിൽ ഇത് പണിത് പോകും. കാരണം ഈ ഇപ്പുറത്ത് കൊണ്ട് നമ്മളിത് പാലം ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഭൂമിയുടെ കാര്യത്തിലാണ് ഒരുപാട് നമ്മൾ രേഖകൾ സംബന്ധിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അക്വസിഷൻ പ്രോസസ്സ് ഫണ്ടൊക്കെ പണ്ടേ ട്രാൻസ്ഫർ ചെയ്തതാണ്. ഫണ്ടൊന്നും അല്ല പ്രശ്നം, പക്ഷേ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഇനി 2 സ്പാൻ കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. അതിപ്പോൾ ഏപ്രിൽ മാസത്തോടു കൂടി അത് പൂർത്തിയാവും. അതിനു മുൻപ് തന്നെ പാർക്കിംഗ് ഒക്കെ ഓപ്പൺ ആകും. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.